സമരം ഇവിടെ ഉണ്ടായിരുന്നു. UDF-ന്റെ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു സമരം. ആ സമരം അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. പോലീസ് തടഞ്ഞു, അത് അവസാനിപ്പിച്ച് പോവുകയായിരുന്നു. ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്, ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA, MP, കേരളം ഭരിക്കുന്നത് ഇതെല്ലാം UDF അല്ലേ? ഇവരിടപെടണ്ടേ? ഞാനിവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ നാഷണൽ ഹൈവേ വികസനം വരുന്ന സമയത്ത് കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പ്രദേശം വെട്ടിച്ചിറയിൽ നാഷണൽ ഹൈവേക്ക് ഭൂമി വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പള്ളി കമ്മിറ്റി കാണിച്ചൊരു മാതൃക ഉണ്ട്. ആ മാതൃക പള്ളി കമ്മിറ്റി അതിന് കാരണവന്മാരും അത് ശ്രദ്ധിക്കപ്പെട്ട് കേരളം ആകെ ചർച്ച ചെയ്ത വിഷയമാണ്. ആ വെട്ടിച്ചിറയിലാണല്ലോ ഇപ്പം ഈ ചീത്തപ്പേര് വരുന്നത്. ആ ചീത്തപ്പേര് വരുന്ന സമയത്ത് ആളുകൾ ഇത്ര പരാതി പറയുന്ന സമയത്ത് ഒന്ന് MLA-ക്ക് ഇടപെട്ടൂടെ, ഒന്ന് മറ്റ് അവരുടെ ജനപ്രതിനിധികൾക്ക് ഇടപെട്ടൂടെ? ഇത് മാത്രമല്ലല്ലോ, അങ്ങനെ വിട്ടുകൊടുത്ത വെട്ടിച്ചിറയിൽ ഇവിടെ എന്തെല്ലാം വിഷയങ്ങൾ വന്നു. വെട്ടിച്ചിറക്കാർക്ക് കരിപ്പോൾ നിന്ന് വെട്ടിച്ചിറക്കി വരണമെങ്കിൽ ടോൾ കൊടുക്കണ്ടേ? വെട്ടിച്ചിറന്ന് കരിപ്പോളേക്ക് പോകണമെങ്കിൽ ഇവിടെ ഒന്ന് വൃത്തിമെടുപ്പിലും നടക്കണം. ഈ ആളുകൾ ആഗ്രഹമല്ലേ? യാത്രക്കാർക്ക് നടക്കാൻ സ്ഥലമുണ്ടോ? ടോള് പിരിക്കുന്ന സ്ഥലത്ത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടപടി ഉണ്ടോ? നടപടിയിലൂടെയാണ് ഓട്ടോറിക്ഷയും 2 വീലറും ഇടാനുള്ള വഴി. ഇത് വേറെ ഏത് ടോളിലുള്ളത്? NHAയുടെ ടോൾ ഇവിടെ മാത്രമല്ല. ഞാൻ ചോദിക്കുന്ന ഒരു റോഡായി, ആ റോട്ടിൽ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാ? എല്ലാവരും പറയും വാഹനത്തിനാണ്. നല്ലെന്നേ, ഫസ്റ്റ് പ്രയോറിറ്റി ജീവനുള്ള മനുഷ്യനാണ്. NHAയുടെ ഈ വെട്ടിച്ചിറ ടോളിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചിറക്കാൻ നിങ്ങളൊരു വഴി കാണിച്ചു തരുമോ? ഈ ബന്ധപ്പെട്ട ആരോട്ടെ ജനപ്രതിനിധികൾ ഇടപെടണ്ടേ? അപ്പം അവരുടെ സമരം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, അതൊരാളെ പൊട്ടീസാക്കാനുള്ള സമരം. ഞങ്ങളതല്ല, ഞങ്ങളിതെടുക്കും, ഞങ്ങളിതുമായി മുന്നോട്ട് പോകും. ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ, ഇതുപോലെ ആവില്ല രണ്ടാമത്തെ സമരം. അതിലേക്ക് എത്തിക്കരുത്. ടോള് പിരിക്കുന്നതിൻ്റെ മറവിൽ യാത്രക്കാരെ ടോള് പിരിക്കുന്നതിന് ചുമതലപ്പെടുത്തിയ അത് ആ പിരിവിരിക്കുന്നതിൻ്റെ മാനേജ്മെൻ്റ് ആയാലും വേണ്ടിയില്ല, ഇവിടുത്തെ ജീവനക്കാരായാലും യാത്രക്കാരെ കൈകാര്യം ചെയ്യാണ്. അത് പറ്റില്ല. യാത്രക്കാരെ എവിടെ നിന്നെല്ലാം ഇതിലൂടെ യാത്ര ചെയ്യും? ചിലപ്പോൾ ഫാസ്ടാഗ് ഉണ്ടാവില്ല. കാരണം കേരളത്തിലെ എല്ലാ ടോളും ഓപ്പൺ ആയിട്ടില്ല. ഇവിടെയും നമ്മുടെ കോഴിക്കോട് ടോളുമാണ് ഓപ്പൺ ആയത്. അപ്പോൾ ആളുകൾക്കത് പൂർണ്ണമായി ശീലമായിട്ടില്ല. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ എല്ലാ വാഹനങ്ങൾക്കും ഫാസ്ടാഗ് സൗകര്യം വന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഫാസ്ടാഗ് ഇല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫറാണ്. അപൂർവം ചിലർക്ക് അതും ഉണ്ടാവില്ല. അപ്പോൾ ഇവർ ക്യാഷായിട്ട് വാങ്ങുന്ന വലിയ സംഖ്യയാണ്. ചിലപ്പോൾ ആളുകൾക്ക് അത് തൃപ്തികരമാവാതെ വരുമ്പോൾ 1-2 വർത്താനമൊക്കെ ചിലപ്പോൾ പറയും. ഇവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്താൽ ഇവർ കൈകാര്യം ചെയ്യും. അത് യാത്രക്കാരെ കൈകാര്യം ചെയ്യും, വാഹനങ്ങളും കൈകാര്യം ചെയ്യും. അത് സ്കൂൾ വണ്ടിയായി, ബസ്സുകളായി, കാറുകളായി, സ്ത്രീകൾ മാത്രമുള്ള വാഹനം, അതൊന്നും ബാധകമല്ല. ഇതെങ്ങനെ കഴിയുക? ഇത് കുറച്ചായി നിൽക്കുകയാണ് ഈ പ്രശ്നം. ഇത് പലതവണ ഈ വിഷയം ദൃശ്യ മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ട അധികൃതർ ഇടപെടുകയാണെങ്കിൽ ഇടപെട്ടോട്ടെ എന്ന രീതിയിൽ വലിയ ചർച്ചയായി വന്നു. പക്ഷേ ഓരോ ദിവസം പിന്നിടുമ്പോഴും ഇവിടെ നിന്ന് വരുന്ന വാർത്തകൾ കൂടി വരികയാണ്. യാത്രക്കാരെ കടന്നാക്രമിക്കുകയാണ്. ഇവർ ചെയ്യുന്ന സ്റ്റൈലൊക്കെ കണ്ടാൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന രൂപത്തിലുള്ള മർദ്ദന മുറകളാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ കഴിയില്ല. കേരളത്തിൽ നല്ല ജനാധിപത്യ ബോധവും നല്ല പ്രതികരണ ശേഷിയുമുള്ള ജനങ്ങളാണ്. അവർ പ്രതികരിക്കും. ആ പ്രതികരണം ഒന്നാമതായി ഉണ്ടാകാൻ ജനങ്ങളോട് ചുമതലപ്പെട്ടൊരു സംഘടനയാണ് DYFI. ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ഈ വിഷയം പോലീസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നോക്കാനാണ്. പക്ഷെ പോലീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ വിളിക്കുന്ന സമയത്ത് മാത്രം ഇടപെട്ട് അപ്പോൾ പ്രശ്നങ്ങൾ തീർത്ത് വിടുകയാണ്. അതല്ല, മെറിറ്റ് അനുസരിച്ച് വിഷയം കൈകാര്യം ചെയ്യണം. യാത്രക്കാരൻ്റെ ഭാഗത്താണോ പ്രശ്നം, യാത്രക്കാരൻ്റെ പേര് കേസെടുക്കണം. അല്ല, ഇവർ ചെയ്യുന്നതാണ് പോക്കരിത്തരമെങ്കിൽ അവരുടെ പേരിൽ അതുമായി ബന്ധപ്പെട്ട കേസെടുക്കണം. കാരണം ഇവരാണ് ക്ഷമ കാണിക്കേണ്ടത്, ഇവരാണ് മാന്യമായി പെരുമാറേണ്ടത്. ഇവിടുത്തെ മറ്റെവിടെയും കാണാത്ത ചില രീതികളുണ്ട്. ഇവിടെ ഒരു വാഹനം പെട്ടെന്ന് പോകാനല്ലേ നാഷണൽ ഹൈവേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ വന്ന് പെട്ടാൽ ആരെങ്കിലും ഒരാൾ ടോളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് തീരുന്നത് വരെ 10 മിനിറ്റാണെങ്കിൽ 10 മിനിറ്റ് ഇങ്ങനെ കിടക്കണം. ഇത് വേറെ എവിടെയും ഇല്ല. അപ്പോൾ ഇവിടുത്തെ ഈ ടോള് പിരിക്കുന്നതിൻ്റെ രീതി മാറണം, മാന്യമായി പെരുമാറണം. മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നത് അനുവദിച്ചുകൂടാ.
ഇതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ടോൾ പിരിവുകാരുടെയും പോലീസിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഡിവൈഎഫ്ഐ ഇന്നത്തെ സമരം. ഞങ്ങളിത് വിടാൻ പോകുന്നില്ല. ഇത് ഞങ്ങൾ ഇനിയും എടുക്കും. ഇവർ തിരുത്തിയാൽ നല്ലത്, പോലീസ് നന്നായി ആക്ട് ചെയ്ത് ഇവരെ നിയന്ത്രിച്ചാൽ അതിലേറെ നല്ലത്. അല്ല, ഇതേ പോക്കാണെങ്കിൽ ഞങ്ങൾ ഇടപെടും. രണ്ടാമത്തെ സമരം ഡിവൈഎഫ്ഐക്ക് കുറച്ചുകൂടി കടുപ്പമാവും. അതിന് പ്രത്യേകത ഉണ്ട്. കാരണം ഡിവൈഎഫ്ഐ സംഘടനയിലുള്ള ചെറുപ്പക്കാർ ഇതിലുള്ളൊരു വിഷയം എന്താ പറയുക, ഇതിനൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പൊക്കെ ഞങ്ങൾക്കറിയാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഞങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് സമരത്തിന് വരല്.